എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 11ാമത്തെ സർഗത്തിലെ 64, 65, 66 എന്നീ 3 ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം. 3 ശ്ലോകങ്ങളിലും അനുഷ്ടുപ്പ് വൃത്തമാണുള്ളത്. ഇതിൽ സുകുമാരകവി ഭഗവാന്റെയും സത്യയുടെയും വിവാഹം എങ്ങനെയാണ് നടക്കണത് എന്നുള്ളതൊക്കെ വിസ്തരിച്ച് വർണ്ണിക്കുകയാണ്. ഇതിന് തൊട്ടു മുമ്പ് വർണ്ണിച്ചതായ രുക്മിണി സ്വയംവരത്തിൽ ഇത്രയൊന്നും പറഞ്ഞില്ല. അതിനുള്ള ഇട കിട്ടിയില്ല. രുക്മിണിയെ അപഹരിച്ചു കൊണ്ടുവരുമായിരുന്നല്ലോ. ഇത് പിന്നെ അച്ഛനെ കണ്ട്, അതായത് വിവാഹം കഴിക്കാൻ പോകുന്ന സത്യയുടെ അച്ഛനെ കണ്ട് അനുമതി ചോദിച്ച് ആ ഒരു മത്സരം നടത്തി ജയിച്ചിട്ടാണല്ലോ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ വിധിയാവണ്ണമുള്ള വിവാഹം തന്നെയാണ് നടക്കുന്നത്. നമുക്ക് ആദ്യം 64ാമത്തെ ശ്ലോകം നോക്കാം. അവകാശം പ്രയച്ഛേദി നർമ്മവിദ്ഭിः സഖീജനൈः ക്ഷിപ്തസസ്മിതമാസിഷ്ട സദത്വാ ശൗരിരന്തരം. ആദ്യം പദച്ഛേദം പറയാം. അവകാശം പ്രയച്ഛ ഇതി നർമ്മവിദ്ഭിः സഖീജനൈः ക്ഷിപ്ത സസ്മിതം ആസിഷ്ട സ ദത്വാ ശൗരി അന്തരം. ശ്രീകൃഷ്ണൻ ആദ്യം വന്നിരുന്നു അർജുനൻ്റെ കൂടെ എന്ന് പറഞ്ഞു. അതിനുശേഷം സത്യയും ആ ഒരു വേദിയിലേക്ക് വന്നു. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? സത്യയുടെ വരവ് ആദ്യം തന്നെ സത്യ പുറപ്പെട്ടപ്പോൾ തൊട്ടു മുമ്പിൽ ശംഖനാദങ്ങളൊക്കെ പൊഴിക്കുന്നവരുണ്ടായിരുന്നു. വളരെ ആഘോഷത്തോട് കൂടിയിട്ടാണ് കോസലാധിപതി വിവാഹം നടത്തുന്നത്. അങ്ങനെ രാജകുമാരി വന്നിരുന്നപ്പോൾ അവിടെ ഉണ്ടായ ചെറിയ ചില നർമ്മങ്ങളെ പറ്റിയിട്ടാണ് കവി സൂചിപ്പിക്കുന്നത്. നർമ്മവിദ്ഭി സഖീജനൈഹി. ഈ സത്യയുടെ സുഹൃത്തുക്കൾ, കൂട്ടുകാരികൾ, തോഴിമാർ, ചേടിമാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ നർമ്മവിത്തുക്കളായിരുന്നു. നർമ്മം നന്നായി പറയാനും ആസ്വദിക്കാനും ഒക്കെ കഴിയുന്നവർ, അവരെയാണ് നർമ്മവിത്ത് എന്ന് പറയുന്നത്. അതാണ് നർമ്മവിദ്ഭി. തമാശ പറയുകയും അത് കേട്ട് ആനന്ദിക്കുകയും ചെയ്യുന്നവരായിട്ടുള്ള കൂട്ടുകാരികൾ. അവരാൽ സഖീജനൈഹി, നർമ്മവിദ്ഭി സഖീജനൈഹി. അവർ ശ്രീകൃഷ്ണനോട് പറയാണ് അവകാശം പ്രയച്ഛ ഇതി. അവകാശം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ പറയണ അവകാശം എന്നല്ല, പല അർത്ഥങ്ങളുമായിട്ട് സംസ്കൃതത്തിൽ പറയാറുണ്ട്. ഇവിടെ അവകാശം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ശ്രീകൃഷ്ണൻ്റെ അടുത്ത് സ്ഥലം തരൂ എന്നാണ്. അതായത് വളരെ വിസ്തരിച്ചുള്ള ചടങ്ങോട് കൂടിയിട്ട് വിവാഹം നടത്തുമ്പോൾ അവിടെ വരൻ്റെ അടുത്ത് തന്നെയാണ് വധു ഇരിക്കേണ്ടത്. അപ്പോൾ വധുവിന് ഇരിക്കാൻ സ്ഥലം കൊടുക്കണമല്ലോ. സ്ഥലം കൊടുക്കാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ ഇവരിങ്ങനെ തമാശയായിട്ട് കൃഷ്ണനോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് വന്നിട്ട് സഖിമാർ പറയാണ് അവകാശം പ്രയച്ഛ, ഇരിക്കാനുള്ള സ്ഥലം തരൂ. ആ ഒരു വാക്കോട് കൂടിയിട്ട് നമുക്ക് കൂടുതൽ അർത്ഥങ്ങളിലേക്ക് പോകാൻ പറ്റും. ശ്രീകൃഷ്ണൻ്റെ പത്നിയായി തീരാനുള്ള അവകാശം തരൂ, ഇനി ജീവിത സഖിയായിട്ട് സത്യ എന്നും ഉണ്ടാകും എന്നുള്ളത്, അതിനുള്ള അവകാശം ഒക്കെയാണ് ചോദിച്ചു മേടിക്കുന്നത്. ആ ഒരു അർത്ഥത്തിലേക്ക് വരെ ഈ ഒരു പദം സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെ അവകാശം പ്രയച്ഛ ഇതി, അവകാശം തരൂ എന്ന് പറഞ്ഞുകൊണ്ട് സഖീജനങ്ങൾ ആവശ്യപ്പെടുകയാണ്. അത് കേട്ടപ്പോൾ സസ്മിതം ക്ഷിപ്ത സസ്മിതം, വളരെ തമാശയായിട്ട് ഈ സഖീജനങ്ങളാൽ തമാശയോട് കൂടിയിട്ട് ക്ഷിപ്ത എന്നുള്ളത് കൊണ്ട് ആക്ഷേപിക്കപ്പെടുക, അല്ലെങ്കിൽ തമാശയ്ക്ക് പറയപ്പെടുന്നവൻ, തമാശയായിട്ടൊന്ന് കളിയാക്കി, അതാണ് ക്ഷിപ്ത എന്നുള്ളത് കൊണ്ട് ആക്ഷിപ്ത, കളിയാക്കപ്പെട്ടവനായിട്ടുള്ള ആ ശ്രീകൃഷ്ണൻ സശൗരി അന്തരം ദത്വാ ആസിഷ്ട, സത്യയ്ക്ക് ഇരിക്കാനുള്ള സ്ഥലം കൊടുത്തുകൊണ്ട് ഒന്നങ്ങോട്ട് മാറിയിരുന്നു. അതായത് തൻ്റെ ഇടത്തുഭാഗത്ത് അർദ്ധാംഗിനിയായിട്ട് ഇനി വരേണ്ടത് സത്യയാണ് എന്നുള്ളത് കൊണ്ട് അവിടെ ഈ പുരോഹിതൻ മുമ്പിൽ വരാൻ പോകുന്നുണ്ട്. പുരോഹിതനും ചടങ്ങുകളൊക്കെ ചെയ്യാനുണ്ട്. രണ്ടുപേരെയും ചേർത്തിരുത്തിയിട്ട് വേണം അതൊക്കെ ചെയ്യാൻ. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ അർജുനനാണല്ലോ തൊട്ടടുത്തിരുന്നു എന്ന് പറഞ്ഞത്, ഇനി അർജുനനല്ല, അല്ലെങ്കിൽ അർജുനൻ്റെ സ്ഥാനം വെറും സുഹൃത്ത് എന്നുള്ള നിലയ്ക്കാണ് പത്നിയായിട്ട് അടുത്തിരിക്കേണ്ടത്, ശ്രീകൃഷ്ണനുമായിട്ട് തുടർന്നിരിക്കേണ്ടത് സത്യ തന്നെയാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു തമാശ പറഞ്ഞതുപോലെയാണ് സഖിമാരൊക്കെ കൂടിയിട്ട് അവിടെ നിന്ന് കളിയാക്കി ചിരിച്ചത്. ആ ഒരു ഭാഗം, അതായത് ഇടതുവശത്ത് സത്യയ്ക്ക് ഇരിക്കാനുള്ളൊരു ഭാഗം ഒഴിച്ചിട്ടുകൊണ്ട് ഭഗവാൻ ഒന്നങ്ങടെ ലേശം നീങ്ങിയിരുന്നു എന്നാണ് ഇവിടെ പറയണത്. അന്തരം ദത്വ ആസിഷ്ട. അവിടെ ഇനി പുരോഹിതൻ ഇരിക്കാനുണ്ട്. ആ പുരോഹിതനും സത്യയ്ക്കും കൂടിയിട്ടുള്ള സ്ഥലം കണക്കാക്കിക്കൊണ്ട് ഭഗവാൻ ഒന്നങ്ങടെ മാറിയിരുന്നു എന്നർത്ഥം.
നല്ല ഭംഗിയുള്ള ശ്ലോകങ്ങളാണ്. ഇത്രയൊന്നും വിസ്തരിച്ച് ഭഗവാന്റെ വിവാഹം എവിടെയും ഒന്നും പറഞ്ഞ് കാണാനില്ല. വിസ്തരിച്ച് നാരായണീയത്തിൽ ഒട്ടും തന്നെയില്ല വിവാഹം കഴിച്ചു എന്ന് പറയണതല്ലാതെ ചടങ്ങുകളെ പറ്റിയിട്ടുള്ള ഒരു വർണ്ണനവും എവിടെയില്ല. ഇവിടെ അത് സുകുമാരകവി നല്ലവണ്ണം ശ്രദ്ധിച്ച് വർണ്ണിക്കുന്നുണ്ട്. ഇനി അടുത്ത ശ്ലോകത്തിൽ സത്യ എന്താ ചെയ്തത് എന്നാണ് പറയണത്. 65-ാമത്തെ ശ്ലോകം നോക്കൂ. സാ സഖീഭിർവിദഗ്ധാഭിർബലേനൈവ നിവേശിത സ്പൃശന്തി ബാഹുനാ ബാഹുമാസ്തപാർശ്വേ മധുദ്വിഷ. നമുക്ക് പദച്ഛേദം പറയാം. സാ സഖീഭി വിദഗ്ധാഭി ബലേന ഏവ നിവേശിത സ്പൃശന്തി ബാഹുനാ ബാഹും ആസ്ത പാർശ്വേ മധുദ്വിഷ. രാജകുമാരി വരുമ്പോൾ ഇരിക്കാനുള്ള സ്ഥലം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ കൂട്ടുകാരികളൊക്കെ ഭഗവാനെ കളിയാക്കിയത്. അങ്ങനെ സ്ഥലം കൊടുത്തപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് സത്യയെ അവിടെ പിടിച്ചിരുത്തുകയാണ്. അതാണ് പറയണത്. സാ ആ രാജകുമാരി സത്യ വിദഗ്ധാഭി സഖീഭി നല്ല മിടുക്കത്തികളായിട്ടുള്ള സഖിമാരാൽ, അതായത് ഒരു വിവാഹവേദിയിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, രാജകുമാരനോടും രാജകുമാരിയോടും എങ്ങനെയൊക്കെ തമാശയിൽ ഇടപെട്ടുകൊണ്ട് കാര്യങ്ങളൊക്കെ നടത്തണം, അവരുടെ ഒരു ആവശ്യമില്ലാത്ത ഉത്കണ്ഠ ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ, അതിനെയൊക്കെ എങ്ങനെ ഇല്ലാണ്ടാക്കണം എന്നൊക്കെ നല്ലവണ്ണം അറിയുന്നവർ. ആ ഒരു അർത്ഥം പറയാൻ വേണ്ടിയിട്ടാണ് വിദഗ്ധകൾ എന്ന വാക്ക് തന്നെ അവിടെ കവി ഉപയോഗിച്ചത്. നല്ല മിടുക്കികളായിട്ടുള്ള സഖീഭി സഖിമാരാൽ ബലേന ഏവ നിവേശിത, ബലേന അമർത്തി അവിടെ പിടിച്ചിരുത്തി. അതായത് വിവാഹം കഴിക്കാൻ പോവുകയാണ്, തുടങ്ങിയിട്ടുള്ള ശൃംഗാരം പോലെയുള്ള വികാരങ്ങൾ, ഭാവങ്ങൾ, രസങ്ങൾ വന്നു തുടങ്ങുകയാണ്. അപ്പോൾ ആ ഒരു രസം, രതി എന്നുള്ള ഭാവമൊക്കെയാണ് അവിടെ വർണ്ണിക്കുന്നത്. അതിൻ്റെ കൂടെ എപ്പോഴും നിൽക്കുന്നതാണ് ലജ്ജയും പരിഭ്രമവും ഒക്കെ, വിഭ്രമമൊക്കെ വരും. അപ്പോൾ ഇതുവരെ പരിചയമില്ലാത്തൊരു കാര്യമാണല്ലോ ചെയ്യണത്. ഒരു പുരുഷൻ്റെ അടുത്ത് അച്ഛനോ സഹോദരനോ അല്ലാതെ വേറൊരു പുരുഷനെയും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഒരു പരപുരുഷൻ്റെ അടുത്ത് ഇരിക്കുക എന്നൊക്കെ പറയണത് കുറച്ച് പരിഭ്രമമുള്ള കാര്യമാണ്. അതുകൊണ്ട് അവിടെ നിന്ന് എണീറ്റ് പോരാൻ നാണക്കേടുകൊണ്ട് അവിടുന്ന് ഓടാനൊക്കെ ശ്രമിക്കും എന്ന് മുൻകൂട്ടി അറിയുന്നവരായിട്ടുള്ള സഖിമാർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ പിടിച്ച് അമർത്തിയിരുത്തി. അതാണ് ഇവിടെ പറയണത്. സഖീഭി ബലേന ഏവ നിവേശിത, അമർത്തി പിടിച്ചിരുത്തി. അവിടേക്ക് വരാനൊരു മടിയൊക്കെ കാണിച്ചു. ശ്രീകൃഷ്ണൻ്റെ അടുത്ത് ഇരിക്കാനൊക്കെ ഒരു നാണം തോന്നിയത് കൊണ്ട് ഈ സഖിമാരൊക്കെ കൂടി പിടിച്ചു വലിച്ച് അവിടെ കൊണ്ടിരുത്തി. അതാണ് ബലേന ഏവ നിവേശിത. അവിടെ ഇരുന്നപ്പോൾ തൻ്റെ ഒരു നാണം മറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താണ് സത്യ ചെയ്തത് എന്നാണെങ്കിൽ, ബാഹുന സ്വന്തം കൈകൊണ്ട്, ബാഹും സ്പൃശന്തി ശ്രീകൃഷ്ണൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട്, മധുദ്വിഷ പാർശ്വേ ആസ്ത ശ്രീകൃഷ്ണൻ്റെ സമീപത്ത് അങ്ങനെ ഒതുങ്ങിയിരുന്നു. അപ്പോൾ ആ നാണമൊന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, നാണക്കേട് എന്ന് നമ്മൾ മലയാളത്തിൽ പറയണ വാക്ക്, അതൊന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ പിടിച്ചിരുന്നാൽ കുറച്ച് ആശ്വാസം ഉണ്ടാവുമല്ലോ. നേരിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ മാറിയിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ ഒരു അഹങ്കാരത്തിൻ്റെ ലക്ഷണമോ, മറ്റുള്ളവരെ കാണുമ്പോഴേക്കും ഇവളവിടെ കയറി ഇരുന്നു, യാതൊരു ചാഞ്ചല്യവും ഇല്ല, ഒരു പേടിയില്ല എന്നുള്ളതൊക്കെ തോന്നണ്ട. മാത്രമല്ല ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതായിട്ടുള്ള വലിയൊരു ലജ്ജാഭാവം, അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ കയ്യ് പിടിച്ചുകൊണ്ട് ആ കയ്യിനെ ഒരു മറയാക്കിക്കൊണ്ട് അവിടെ പതുക്കെ ഇരുന്നു. മധുദ്വിഷ പാർശ്വേ ആസ്ത ശ്രീകൃഷ്ണൻ്റെ പാർശ്വത്തിലായിട്ട് സമീപത്തായിട്ട് അവിടെ അങ്ങനെ ഇരുന്നു എന്നർത്ഥം. നമുക്ക് 66-ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ഒരു ഭംഗിയായിട്ടുള്ള ചടങ്ങുകളുടെ വർണ്ണനാണ്, ചിത്രം വരച്ചതുപോലെയാണ് തോന്നുക. 66-ാമത്തെ ശ്ലോകം കൂടി നോക്കൂ. ദൃഷ്ട്വാ തദ്ഭുജസ്പർശ പ്രവൃത്താം രോമവിക്രിയാം ഹസന്തം പ്രാഹരത് പാർത്ഥം ലഘുടേന ഹസൻ ഹരി. ആദ്യം പദച്ഛേദം പറയാം. ദൃഷ്ട്വാ തദ്ഭുജസ്പർശ പ്രവൃത്താം രോമവിക്രിയാം ഹസന്തം പ്രാഹരത് പാർത്ഥം ലഘുടേന ഹസൻ ഹരി. പദച്ഛേദം പറയാനില്ല, പദപരിചയം നടത്താനേ ഉള്ളൂ. വളരെ ലളിതമായിട്ടുള്ള ഒരു ഭാവത്തിൻ്റെ ആവിഷ്കാരമാണ്. ഈ ഒരു ഭാവം നമുക്ക് കുമാരസംഭവം പോലെയുള്ള കാവ്യങ്ങളിലൊക്കെ കാണാൻ പറ്റും. അതിനെപ്പറ്റി പറയാം. ആദ്യം നമുക്ക് അന്വയത്തിലേക്ക് കടക്കാം. ഹരി, ശ്രീകൃഷ്ണന് ആ ഭുജസ്പർശം ഉണ്ടായപ്പോൾ തന്നെ എന്താ ഉണ്ടായത്? സത്യയുടെ സ്പർശനം കൊണ്ട് തദ്ഭുജസ്പർശ പ്രവൃത്താം രോമവിക്രിയാം, ഭഗവാന്റെ കയ്യിൽ സത്യ പിടിച്ചപ്പോൾ തന്നെ ശരീരത്തിൽ ആകമാനം രോമാഞ്ചമുണ്ടായി.
രോമങ്ങൾ എണീറ്റ് നിന്നു. പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല ശ്രീകൃഷ്ണൻ. അതിനു മുമ്പെയാണ് സത്യ വന്ന് കയ്യിൽ പിടിച്ച് അവിടെ ഇരുന്നത്. അതോടുകൂടിയിട്ട് ശരീരത്തിൽ മുഴുവനും രോമാഞ്ചം ഉണ്ടായി. ആ രോമാഞ്ചം ആര് കണ്ടുപിടിച്ചു? അതാണ് ഏറ്റവും വലിയ തമാശ. ദൃഷ്ട്വാ ഹസന്തം പാർത്ഥം. തൊട്ടടുത്ത് അർജുനൻ ഇരിക്കുന്നുണ്ടല്ലോ, വരന് വേണ്ട സപ്പോർട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അടുത്തിരിക്കുന്ന കൂട്ടുകാരൻ അർജുനൻ പെട്ടെന്ന് കയ്യിലേക്കൊക്കെ നോക്കിയപ്പോൾ രോമാഞ്ചം കണ്ടു. രോമാഞ്ച കഞ്ചുകിതനായിട്ടുള്ള ഭഗവാനെ കണ്ടതോടു കൂടിയിട്ട് അവിടെ ഇരുന്ന് ചിരിക്കാൻ തുടങ്ങി പാർത്ഥൻ. അതാണ് രോമവിക്രിയാം ദൃഷ്ട്വാ ഹസന്തം പാർത്ഥം. അത് കണ്ട് അമർത്തിച്ചിരിക്കാൻ തുടങ്ങിയവനായ അർജുനനെ ഭഗവാൻ എന്താ ചെയ്തത്? ഹസൻ, ഒരു ചിരി ചിരിച്ചുകൊണ്ട്, ഒരു ചെറിയ നാണത്തോടു കൂടിയ ചിരി ചിരിച്ചുകൊണ്ട്, അടക്കിപ്പിടിച്ച ചിരിയോട് കൂടിയിട്ട് ഭഗവാൻ എന്തു ചെയ്തു? ലഘുടേന പാർത്ഥം പ്രാഹരത്. ലഘുടം എന്ന് പറഞ്ഞാൽ വിവാഹ സമയത്ത് കയ്യിൽ പിടിക്കുന്ന ഒരു ദണ്ഡാണ്. ഒരു മുളം തണ്ട് പിടിക്കാറുണ്ട് ചില വിവാഹങ്ങളിൽ. ചില പ്രത്യേക വംശങ്ങളിലെ കുലങ്ങളിലുള്ളവർക്കൊക്കെ കയ്യിലൊരു വടി പിടിക്കാറുണ്ട്, കയ്യിലൊരു കോല്, ഒരു മുളം തണ്ട് പിടിക്കാറുണ്ട്. ഒരു ചൂരൽ പോലെ ഒരു സാധനം, ചെറിയൊരു വടിയാണ്. അത് വച്ചിട്ട് അർജുനനെ ഒന്നങ്ങോട്ട് കൊടുത്തു. തമാശയായിട്ടാണ്. അതായത് കളിയാക്കി ചിരിക്കണോ, അല്ലെങ്കിൽ ഇതൊക്കെ എത്ര വേഗം കണ്ടുപിടിക്കണോ എന്നുള്ള ആ ഭാവങ്ങളൊക്കെ ഭഗവാന്റെ മനസ്സിലുള്ളതായ ലജ്ജയും ആ ഒരു പ്രഹരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അർജുനൻ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണല്ലോ, ഇതൊക്കെ വേഗം കണ്ടുപിടിക്കും. അത് കണ്ടുപിടിച്ചപ്പോൾ ഉണ്ടായ ചിരി, ആ ചിരിക്കുന്നവനായിട്ടുള്ള അർജുനനെ കൃഷ്ണൻ തൻ്റെ കയ്യിലുള്ള വടി കൊണ്ടടിച്ച് ആ ഒരു നാണക്കേടും മാറ്റിയെടുത്തു. അപ്പോൾ ഇതുപോലെയുള്ളൊരു സന്ദർഭം കുമാരസംഭവത്തിലുണ്ട്. പത്യുശിരശ്ചന്ദ്രകലാമനേന സ്പൃശേതി സഖ്യാ പരിഹാസപൂർവം സാരഞ്ജയിത്വാ ചരണൗ കൃതാശീർമാല്യേന താം നിർവചനം ജഘാന. പാർവതിയുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളാണ് വർണ്ണിക്കുന്നത്. ശരീരത്തിൽ ആടയാഭരണങ്ങളൊക്കെ അണിയിച്ചു. അതുപോലെ തന്നെ കാലിൽ നല്ല ഭംഗിയായിട്ട് ചെമ്പഞ്ഞിച്ചാറ് മൈലാഞ്ചിയൊക്കെ അണിയിച്ചു കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ കാലുകൊണ്ട് നീ നിൻ്റെ ഭർത്താവിനെ ചവിട്ടി താഴ്ത്തിക്കോളൂ എന്ന്. അതാണ് പത്യുശിരശ്ചന്ദ്രകലാമനേന സ്പൃശ. ഭഗവാൻ ശ്രീപരമേശ്വരൻ്റെ ശിരസ്സിലെ നെറുകയിലെ ചന്ദ്രകലയെ നീ ഈ കാലുകൊണ്ട് സ്പർശിക്കണം. നീ ഭർത്താവിനെ അമർത്തി ചവിട്ടി താഴ്ത്തണം, നിൻ്റെ കാലിൻ്റെ അടിയിലാക്കണം ഭർത്താവിൻ്റെ സ്ഥാനം എന്നൊക്കെ ധ്വനിപ്പിച്ച് പറഞ്ഞതായ ആ സഖിയെ, കാലുകൾ രഞ്ജിപ്പിക്കുന്നവളായ, കാലുകൾക്ക് വേണ്ട അലങ്കാരങ്ങൾ കൊടുക്കുന്നവളായ ആ സഖിയെ പാർവതി തൻ്റെ കയ്യിലിരിക്കുന്ന മാല കൊണ്ട് അടിച്ചു എന്നാണ് പറയണത്. ഇതിന് പല അർത്ഥങ്ങളുണ്ട്. രതിക്രീഡകളുമായിട്ട് ബന്ധപ്പെട്ട അർത്ഥം വരെയുണ്ട്. അതൊക്കെ മല്ലിനാഥനെ പോലെയുള്ളവർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർണ്ണന, ഈ ഒരു വരി കേൾക്കുമ്പോൾ ഉണ്ടാകുന്നതായ, മനസ്സിലുണ്ടാകുന്നതായ വിചാരങ്ങളുടെ ഒരു ഒഴുക്കാണ്. അതാണ് അതോടൊപ്പം വരുന്നതായിട്ടുള്ളൊരു ലജ്ജ. അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കയ്യിലിരിക്കുന്ന മാല കൊണ്ട് ശ്രീപാർവതി സഖിയെ അടിച്ചത്. ആ അടി കൊണ്ട് വേദനപ്പെടണം എന്നൊന്നും വിചാരിച്ചിട്ടില്ല, അതുകൊണ്ടാണല്ലോ മാല കൊണ്ട് അടിച്ചത്. അതുപോലെ തന്നെ അർജുനനെ ശ്രീകൃഷ്ണൻ അടിക്കുമ്പോഴും അവിടെ വേദനിക്കാനല്ല, പല മറ്റു വികാരങ്ങളെയും പ്രദർശിപ്പിക്കാനാണ്. ഇതിന് മറുപടി പറയാനില്ല. ഇത് നീ ഇങ്ങനെ അടുത്തിരുന്ന് സകലതും നോക്കിക്കാണുകയാണല്ലേ തുടങ്ങിയിട്ടുള്ളതായ പല പല ചോദ്യങ്ങളും ആ ഒരു ചെറിയ അടിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ നമുക്കൊന്നുകൂടി ചൊല്ലി നോക്കാം. അവകാശം പ്രയച്ഛേതി നർമ്മവിദ്ഭിः സഖീജനൈः ക്ഷിപ്തസ്സ്മിതമാസിഷ്ട സദത്വാ ശൗരിരന്തരം സാ സഖീഭിർവിദഗ്ധാഭിർബലേനൈവ നിവേശിതാ സ്പൃശന്തി ബാഹുനാ ബാഹുമാസ്തപാർശ്വേ മധുദ്വിഷ ദൃഷ്ട്വാ തദ്ഭുജസ്പർശപ്രവൃത്താം രോമവിക്രിയാം ഹസന്തം പ്രാഹരത്പാർത്ഥം ലഘുടേന ഹസൻ ഹരി. അർജുനൻ്റെ ആ ചിരി എന്ന് പറയുന്നത് കയ്യുമ്മിലൊന്ന് തൊട്ടപ്പോഴേക്കും ഇതാണ് അവസ്ഥ, ഇനി കെട്ടിപ്പുണരുന്ന അവസ്ഥയിലൊക്കെ എന്താ ഉണ്ടാവുക എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കൊക്കെ മാറിപ്പോണതായിട്ട് നമുക്ക് കൂട്ടി വായിക്കാൻ പറ്റും. അതൊക്കെ ഈ രതിയുമായിട്ട് ബന്ധപ്പെട്ട ഭാവങ്ങളാണ്. എത്രയാണ് കൂട്ടിച്ചേർക്കാവുന്നത് ആസ്വാദകർക്ക് എന്നുള്ളതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാം. നല്ല സുന്ദരമായിട്ടുള്ള 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.